എന്തൊക്കെ മര്യാദകേടുകൾ, ആവർത്തന ചോർച്ചകൾ, എത്ര വിദ്യാർത്ഥി ആത്മഹത്യ, എന്തുണ്ടായാലും ഒന്നും സംഭവിക്കില്ല, അക്കൗണ്ടബിലിറ്റി ആയില്ലെങ്കിൽ ആർക്ക് ഛേദം, ആരുണ്ട് ചോദിക്കാൻ എന്ന അധികാരത്തിന്റെ ധാർഷ്ട്യം കൂറകൾ എന്ന് സ്വയം വിളിച്ച കുറച്ച് പിള്ളേര് ദേശീയ പതാകയുമായി ഇരമ്പിയെത്തി കരുത്തരൊരു മന്ത്രിയെ, ഒരു പ്രധാനിയെ വീട്ടിലിരുത്തി അധികാരത്തിന്റെ അഹങ്കാരം അവസാനിപ്പിച്ച് മടങ്ങിയതിന്റെ പകപ്പ് തീർന്നിട്ടില്ല, ആ പക അടങ്ങിയിട്ടില്ല. രാപ്പകൽ കഷ്ടപ്പെട്ട് കുട്ടികൾ പഠിച്ച ചോദ്യപേപ്പർ ലക്ഷങ്ങൾ കൊടുത്ത് പിൻവാതിൽ വഴി വാങ്ങി വെറും മൊണ്ണകൾ പൂത്തകാശന്റെ കാര്യത്തിൽ റാങ്ക് ലിസ്റ്റിൽ കടന്ന നെറുകെട്ട പണി ബാധിച്ചത് 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളെങ്കിൽ അതിനേക്കാളധികം ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്ന തട്ടിപ്പിൽ മുഖം നഷ്ടപ്പെട്ട നിൽപ്പാണ്. ചരിത്രത്തിലാദ്യമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടേണ്ടി വരുന്ന ഗതികേടിൽ കേരള PSC പാർട്ടി സർവീസ് കമ്മീഷനായി അധപ്പതനമാണ്. ഒരു ജോലി എന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷാഗോപുരമാവേണ്ട ഒരു സ്ഥാപനം, അതിന്റെ വിശ്വാസ്യത ആറടി മണ്ണിൽ അടക്കി അതിനു മുകളിൽ വാഴ വെച്ച മട്ടിലാണ് കണ്ടെത്തലുകൾ. SITയുടെ അന്വേഷണം വഴി പണ്ട് കൂടെ പഠിച്ചവന്റെ കൂമ്പിന് കത്ത് കയറ്റാൻ കൈവറക്കാത്തൊരു ഗൂണ്ട ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് റാങ്കിൽ കയറി ശാസ്ത്രീയമായി കോപ്പിയടിച്ചാണെങ്കിൽ അതിന്റെ 1000 ഇരട്ടി അധമപ്പണിയാണ് ആസൂത്രണ ബോർഡിൽ നടത്തിയ ആസൂത്രിത വഞ്ചന. അധികാര സാറന്മാർക്ക് അവരുടെ ഓമനപുത്രനെ ഒന്നാമനാക്കണം. കഴിവില്ലാത്ത ഈ നേതാവിന് ചോദ്യങ്ങൾ 6 തെറ്റി 4 അറിയില്ല. ഞങ്ങളുടെ കക്ഷിക്ക് മാർക്കില്ലെങ്കിൽ ആർക്കും വേണ്ട 10 ചോദ്യം വെത്തി അട്ടത്താക്കിയ കീമാപ്പണിയാണ്. ആ 10 ചോദ്യങ്ങൾ മാർക്കിട്ടാൽ ഈ കക്ഷിക്ക് 1 റാങ്ക് പോയിട്ട് 110 റാങ്ക് പോയിട്ട് പട്ടികയിലേ വരില്ല. ഉദ്യോഗാർത്ഥി വഞ്ചന, ഉഡായ്പ് മാക്സിമത്തിലാണ്. നെപ്പോട്ടിസം അതിൽ മാത്രമാണോ? SITക്ക് പോയകാല പരീക്ഷകളിൽ 10 20 അല്ല, പരാതികളുടെ കുത്തൊഴുക്കാണ്. അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷെ IASന്റെ കേരള ബദൽ KSൽ കയറിക്കൂടിയ ആൾക്കാരുടെ കണക്കെടുക്കുക സാറേ. കേരളം അറിയും. അധികാരത്തിന്റെ മറവിൽ ഇഷ്ടക്കാർക്ക്, ബന്ധക്കാർക്ക്, സ്വന്തക്കാർക്ക് ഒരു സിംഗിൾ വിൻഡോ. ആ വഞ്ചനയിൽ ജോലി വാങ്ങിയവർ ആ ശമ്പളത്തിന് വാങ്ങിച്ചിരുന്ന് ചോറ് കള്ളച്ചോറാണ്. ഓർത്തോ, രാജ്യ തലസ്ഥാനത്തെ വിദ്യാർത്ഥി സമരത്തിൽ ഐക്യദാർഢ്യം നല്ല കാര്യം. തീവണ്ടി കയറിപ്പോയവർ, ഹല്ലാബോൽ വിളിച്ചവർ, ഈ കേരളത്തിൽ നിങ്ങളുടെ അധികാരകാലം നടന്ന ഈ തെമ്മാടിപ്പണയിൽ മയത്തിലുമെങ്കിലും ഒരു 4 വാക്ക് പറ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ M ജയേന്ദ്രൻ, ശ്രീ മുഹമ്മദ് ഷമ്മ, ശ്രീ വിനോദ് മാത്യു വിൽസൺ, ശ്രീ MK ഹരിദാസ് എന്നിവർ ചർച്ചയിൽ. ഞാൻ ആദ്യം ശ്രീ ഹരിദാസിലേക്ക് പോകുന്നു. ശ്രീ MK ഹരിദാസ്, ഇവിടെ പുതിയ കുട്ടികളൊക്കെ അല്ലെങ്കിൽ തന്നെ നാട് വിട്ട് ഓടിപ്പോവലാണ്. പക്ഷെ ഒരു ജനറേഷൻ ഇപ്പോഴും, ലക്ഷക്കണക്കിന് യുവാക്കൾ ഇപ്പോഴും ആ PSCയിലേക്ക് നോക്കി കണ്ണും നട്ട് കാത്തിരിപ്പാണ്. അതാ ഇപ്പോഴും ആ മഴയത്ത് സെക്രട്ടറിയേറ്റിന് മുന്നിൽ മുട്ടിലെഴഞ്ഞും മണ്ണ് വാരിത്തിന്നും സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ കാണാം. അപ്പോഴാണ് ഇഷ്ടക്കാരനെ കുത്തിക്കയറ്റാൻ ഇത്രയും പച്ചയ്ക്ക്, ഇത്രയും എവിഡന്റായ തട്ടിപ്പ്, നീചമായ പണി. ശ്രീ ഹരിദാസ്, അങ്ങേയറ്റം നമ്മൾക്ക് പറയില്ലേ, നമ്മൾ എന്തുകൊണ്ടും മലയാളി എല്ലാ കാലത്തും മറ്റ് സംസ്ഥാനങ്ങളെ അവഹേളിച്ചും അവരെ അടിച്ചിരുത്തിയും നമ്മൾ പറയും മലയാളം, പ്രബുദ്ധ കേരളം. എന്ത് കാര്യമാണുള്ളത് ആഷ്മി? പ്രബുദ്ധ കേരളത്തിൽ 100% സാക്ഷരതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു നാട്ടിലാണ് 21 ഏമാന്മാരാണ് നമുക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ 6.8 കോടി രൂപ പ്രതിവർഷം ശമ്പളമായി കൈപ്പറ്റുന്നത്. 9 സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ ഈ 9 സംസ്ഥാനങ്ങളിൽ എത്ര മെമ്പർമാരുണ്ട്, ചെയർമാൻ കൂടാതെ എന്ന്. 6 എണ്ണത്തിൽ കൂടുതലുള്ള ഒരു വിവരവും ഈ 9 സംസ്ഥാനങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. കേരളത്തിൽ 21 ആലോചിച്ച് നോക്കണം. 21 പേരും കൂടി 6.8 കോടി രൂപയുടെ ശമ്പളം പ്രതിമാസം പറ്റിയിട്ട്, ശമ്പളം മാത്രം, അവർ വാങ്ങുന്ന മറ്റ് ആനുകൂല്യങ്ങൾ വേറെയാണ്. ഇത്തരത്തിലൊരു സംഭവം ഉദ്യോഗസ്ഥരുടെ മാത്രം തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഊരാമെന്ന് ഹാഷ്മിക്ക് തോന്നുന്നുണ്ടോ? ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2016 മുതൽ 2026 വരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ യുവാക്കളുടെ ഇരുളടഞ്ഞൊരു ഭാവിയിലേക്കല്ലേ അത് വിരൽ ചൂണ്ടുന്നത്? എത്ര ലക്ഷക്കണക്കിന് യുവാക്കളല്ലേ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പരീക്ഷ എഴുതിക്കൊണ്ട് ഞങ്ങൾക്കൊരു സർക്കാർ ഉദ്യോഗം വേണം, ഞങ്ങൾക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥയാകണം, എങ്ങനെയെങ്കിലും ഉദ്യോഗത്തിൽ കയറണമെന്ന് വിചാരിച്ച് നടക്കുന്നത്. മറ്റേ ആഷ്മി, ഒരു കാര്യം മനസ്സിലാക്കുക. താങ്കൾ തുടക്കത്തിൽ ഇതിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞു, ഒരു കത്തിക്കുത്ത് കേസിലെ ഈ ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രതിയായിട്ടില്ലെങ്കിൽ ഇന്ന് അദ്ദേഹം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഏമാനാകുമെന്നുള്ളത് താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞു. ഇത് മാത്രമൊന്നുമല്ല, പരീക്ഷ എഴുതാതെ ജയിച്ച നമ്മുടെ ആർഷോ, അതുപോലെ തന്നെ പരീക്ഷ ജോലിക്ക് വേണ്ടി കൃത്രിമ മറ്റേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ദിവ്യ, അതുമാതിരി തന്നെ നമ്മുടെ ഈ എന്തിനു പറയുന്നു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പൊളിറ്റിക്കൽ സെക്രട്ടറി രതീഷ് കാളിയാടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ PhDക്ക് വരെ ഇത്തരത്തിലുള്ള സംശയമുനയുടെ പേരിലുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം തന്നെ ഭരണസ്വാധീനത്തിൻ്റെ പേരിൽ എല്ലാം ഒതുക്കപ്പെട്ടിരിക്കാം. പക്ഷേ നമുക്കറിയില്ല എന്താണ് സത്യം, എന്താണ് സത്യക്കേട് എന്നുള്ളത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിൽ നടന്ന ഈ പബ്ലിക് സർവീസ് കമ്മീഷനുമായി നടന്ന
ഇത്തരത്തിലുള്ള തട്ടിപ്പിൻ്റെ വിശദമായ ഒരു അന്വേഷണം, ഇത്തരത്തിലൊരു SIT അന്വേഷണം കൊണ്ട് അത് അവസാനിക്കില്ല. അതിനൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചുകൊണ്ട് 10 വർഷത്തിലിടയ്ക്ക് ഇത്തരത്തിൽ എത്ര പേരെ പരീക്ഷ എഴുതാതെയും അതുമാതിരി തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാതെയും പാസ്സായിട്ടുണ്ട്, അവർക്ക് ഏതെല്ലാം തസ്തികകളിൽ സംസ്ഥാന സർക്കാർ സർവീസിൻ്റെ ഏതൊക്കെ തസ്തികകളിൽ അവർ ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യമെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ പുറത്തു വന്ന വിവരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മളല്ല പറയേണ്ടത്. അതിന് തീർച്ചയായിട്ടും അത് പറയേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകർത്താക്കൾക്കാണ്. അവർ അതിൽ നിന്നും തടി തപ്പിയിട്ട് ഇത്തരത്തിലൊരു SIT അന്വേഷണം കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ് ഹാഷ്മി. ഇത് SIT അന്വേഷണ പരിധിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എത്ര പേർ ഇത്തരത്തിൽ പിൻവാതിലിലൂടെ PSC പിൻവാതിൽ നിയമനം ഏറെ നടന്നിട്ടുള്ള കാലഘട്ടമാണ് 10 വർഷം. PSCയുടെ പിൻവാതിൽ നിയമനത്തിലൂടെ എത്ര പേർക്ക് കേരളത്തിലെ സർക്കാർ ജോലി കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത്രയും ആഴത്തിലല്ല ഈ വിഷയം. ഇപ്പൊ എവിടെയായി കയ്യോടെ പച്ചക്ക് പിടിച്ച് ഇതിൽ പോലും 2 ഉദ്യോഗസ്ഥർക്കപ്പുറം ഇതിലേക്ക് ഒരാളെങ്കിലും പ്രതിപ്പെട്ടിലേക്ക് വരുമോ കാത്തിരുന്നതാണ്. ഞങ്ങളിലേക്ക് എത്താം സാർ. CM ജയന്തൻ, ഇവിടെ ഡോണ്ട് ക്രൈ ഫോർ ദ CPM എന്ന് പറഞ്ഞ് നേരത്തെ സൈൻദേവ് ചൗധരി എന്ന് പറയുന്ന അംബേദ്കർ സർവകലാശാലയിൽ ഒരു അധ്യാപകൻ പണ്ട് വൈറൽ എഴുതിയ ഒരു ലേഖനം ഞാൻ ഓർക്കുകയാണ്. അതിൽ ബംഗാളിൽ ഏത് രീതിയിലാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് CPM ആൾക്കാരെ കുത്തി നിറച്ചത് എന്ന് അക്കമിട്ട് പറയുന്ന ഒരു ലേഖനമായിരുന്നു അത്. പോട്ടെ, അദ്ദേഹം എന്തായാലും സംഘപരിവാരകാരനല്ല. ദ വയർ എന്ന് പറയുന്ന സാധനം ഒരു ഗോതി മീഡിയോ അല്ല. CM ജയന്തൻ നോക്കൂ, അയാളെ ആ പദവിയിൽ നിയമിക്കണം എന്ന് ഏതൊക്കെയോ കേന്ദ്രങ്ങൾ നേരത്തെ അങ്ങ് തീരുമാനിക്കുന്നു. അതിൻ പ്രകാരം ചെരുപ്പിൻ്റെ അളവനുസരിച്ച് കാലം മുറിക്കുന്നു. 10 ചോദ്യങ്ങൾ ആ കക്ഷിക്ക് പോയി. അതിൽ 6 എണ്ണം പുള്ളിക്ക് അറിയത്തില്ല, അല്ല 6 എണ്ണം പുള്ളിക്ക് തെറ്റി, 4 എണ്ണം പുള്ളിക്ക് അറിയത്തില്ല. ആ 10 ചോദ്യങ്ങൾ പരീക്ഷ എഴുതി 228 പേരുടെയും വാല്യുവേഷൻ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അയാളെ ഒന്നാമനാക്കുന്നു. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഈ പറയുന്ന അങ്ങേയറ്റത്തെ നീചമായ പണി നടക്കുമെന്നാണോ? ഇത് പക്കാ പൊളിറ്റിക്കൽ പേട്രണേജ് അല്ലേ CM ജയേന്ദ്രൻ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹാഷ്മി ആദ്യം മുതൽ പറയുന്നത് പാർട്ടി സർവീസ് കമ്മീഷൻ എന്നാണല്ലോ PSC ഇപ്പോൾ വിശേഷിപ്പിച്ചത്. പാർട്ടി സർവീസ് കമ്മീഷൻ താങ്കൾ വിശേഷിപ്പിക്കുന്നത് ഉദ്ദേശിക്കുന്നത് CPIM-നെ ആണെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ടല്ലോ. അത് തന്നെയായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ CPIM-ൻ്റെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇടപെടൽ എന്തെങ്കിലും ഉണ്ടെന്ന് ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ SIT-ക്ക് ആക്ഷേപമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതോ PSC ചെയർമാനും അംഗങ്ങളും അടങ്ങുന്ന ഒരു ബോഡി, PSC എന്ന് പറഞ്ഞാൽ ആ ബോഡി, പിന്നെ അവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദം, അത് വേറൊരു പിന്നെ അഡ്ജസൻറ്റ് ബോഡിയാണല്ലോ, അതും ഇതിനോട് ചേർന്നിട്ട് തന്നെ ഉള്ളത്, അവരാണോ വരേണ്ടതുണ്ട്? വ്യക്തതയുടെ ഭാഗമായി ഇന്നെന്താണ് ക്രൈംബ്രാഞ്ച് SIT മാധ്യമങ്ങൾ വഴി കൊടുത്തിരിക്കുന്ന വാർത്ത? അതിൽ പിന്നെ പരീക്ഷയിൽ മാർക്ക് തിരുത്തി. താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ചിലരെ എക്സ്ക്ലൂഡ് ചെയ്തു, ചിലർക്ക് വേണ്ടി ആ ഇൻക്ലൂഷൻ നടത്തി. ഇതാണല്ലോ പറയുന്നത്, മറ്റേ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ ഉദ്യോഗസ്ഥ തലത്തിലാണ് പ്രശ്നം കിടക്കുന്നതെന്നാണ് SIT-യുടെ ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലേതെങ്കിലും പാർട്ടിയെ പറയുന്നില്ല. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ആരൊക്കെയാണെന്നുള്ളത് ഇനി അടുത്ത ദിവസം തന്നെ പുറത്ത് വരികയും ചെയ്യും. പ്ലാനിംഗ് ബോർഡിലെ 3 പ്രധാന തസ്തികകളാണ്, 3 ചീഫ് തസ്തികകളാണ് എന്ന് പറഞ്ഞാൽ PSC നടന്ന ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിലിൽ നടത്തുന്ന പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ഏതാനും ചില ഉദ്യോഗസ്ഥർ വട്ടം ചേർന്നിരുന്ന് ഈ പറയുന്ന ആളെ നമുക്ക് ഒന്നാമനാക്കണം എന്ന് കരുതി ഉടായ്പ കാണിക്കുമെന്ന് ലോജിക്കലി അങ്ങ് ആലോചിക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥർക്ക് എന്താണ് മെച്ചം അതിൽ? അല്ല, ഞാനത് പറയട്ടെ ഹാഷ്മി. എനിക്കത് പറയാനുള്ള മുഴുമിപ്പിക്കാനുള്ള സമയം തരൂ. ഇത് ഈ പിന്നെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരാളുടെ പേര്, 2 പേര് സംശയിക്കുന്നവരുടെ പേര് ഒക്കെ പുറത്തുണ്ട്. എന്നോട് താങ്കൾ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്തരം ഉദ്യോഗസ്ഥരുടെ പങ്ക് അവിടെ ഉണ്ടാകാം ഇത്തരം കാര്യങ്ങളിൽ എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അത് സർവീസ് സംഘടനയായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകാം എന്ന് വിശ്വസിക്കുന്ന ആളുമാണ് ഞാൻ. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു കാര്യം, ഇതിൽ ചെയർമാൻ്റെ പങ്ക് അത് പ്രത്യേകമായിട്ട് തന്നെ അന്വേഷിക്കേണ്ടി വരും എന്നുള്ള അഭിപ്രായം ഇപ്പോഴല്ല, ഞാൻ മുൻപും ഈ PSC വിവാദം ഉണ്ടായ ചർച്ചകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെയർമാൻ്റെ പങ്കിൽ എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ഈ തെറ്റായ വഴിയിൽ ഇടപെട്ടു എന്ന് ഞാൻ പറയില്ല, പക്ഷേ നേരല്ലാത്ത സമീപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്കുള്ള വിവരം, എനിക്കുള്ള ബോധ്യം.
അപ്പോൾ ആ ചെയർമാൻ മാത്രം വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ താങ്കൾ ചോദിച്ച ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ അത് മാത്രം, ഉദ്യോഗസ്ഥർ മാത്രമല്ല, ചെയർമാൻ മാത്രമല്ല, എന്നാൽ ഉദ്യോഗസ്ഥരും ചെയർമാനും അടങ്ങുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഈ PSCയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ചെയർമാൻസ് സെക്രട്ടേറിയറ്റ്. ഈ ചെയർമാൻസ് സെക്രട്ടേറിയറ്റിൽ എന്താണ് നടന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് തന്നെ ഒരു കൃത്യതയിലേക്ക് എത്താൻ SITക്ക് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയ്ക്കാണ് അവർ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രേ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയൂ. പറയാൻ കഴിയുമോ? സാങ്കേതികം പറഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയുള്ളൂ. അന്വേഷണം പറയട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, ഇവിടെ ഈ പറയുന്ന കയ്യോടെ പിടിക്കപ്പെടുന്ന, ഒറ്റ നോട്ടത്തിൽ കയ്യോടെ പിടിക്കപ്പെടുന്ന ഒരു തട്ടിപ്പ് എല്ലാവരും കൂടി നടത്തി. അത് വളരെ എവിഡൻ്റായി വളരെ വ്യക്തമാകുന്നുണ്ട്. എന്നാൽ ഈ തട്ടിപ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് PSC ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് എന്ന് പറയുന്നതല്ല. ഉദ്യോഗാർത്ഥി പിന്നാലെ നടന്ന നിയമ പോരാട്ടങ്ങൾ, വ്യവഹാരങ്ങൾ, RTA കൊടുത്ത് പിന്നാലെ നടന്നതിൻ്റെ ഭാഗമായി പുറത്തേക്ക് വരുന്ന തട്ടിപ്പാണ്. ഈ പറയുന്ന ഒരാൾക്ക് വേണ്ടി ഈ പറയുന്ന ഇത്ര റിസ്ക് എടുക്കാൻ ഒരു PSC ചെയർമാൻ ആണെങ്കിൽ അയാളും ഈ പറയുന്ന ബാക്കി സംഘാംഗങ്ങളും കൂടി ചേർന്ന് അവർ മാത്രം അങ്ങ് തീരുമാനിക്കും എന്ന് കരുതണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന അരിയാഹാരമാവരുത് ഷമ്മാസ്. അല്ല, അവിടെയാണല്ലോ ഹാഷ്മി ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ചില ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടുത്തെ ചെയർമാൻ്റെ ഒരു കോക്കസിനൊന്നും തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം അല്ലല്ലോ. അവിടെയാണ് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഹാഷ്മി തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഓരോ വിഷയവും ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നു വരുന്ന ഓരോ പരാതികളും ഗൗരവമുള്ളതാകുന്നത്. ഈ ക്രമക്കേടിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു വസ്തുത എന്ന് പറയുന്നത്, ഏറ്റവും ഉന്നതമായൊരു പദവിയിൽ അത്രയും സസൂക്ഷ്മമായി സർക്കാരിന് പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട് ആസൂത്രണ ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലേക്ക് PSC നടത്തുന്ന ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിലുള്ള ഒരു തസ്തികയിലേക്ക് നടത്തുന്ന ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്രയും വലിയൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ അടിസ്ഥാനപരമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന വിവിധ പരീക്ഷകൾ ഈ PSCയുടെ വിശ്വാസ്യതയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന്, അതിനെ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ അതിൻ്റെ സുതാര്യതക്കുറവിനെയും അതിൻ്റെ ഇത്തരം സമാനമായ രീതിയിലുള്ള തട്ടിപ്പും ക്രമക്കേടും ഗൂഢാലോചനയും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാകുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയുമോ? ഇവിടെ ഏതെങ്കിലും തരത്തിൽ ചില ഉദ്യോഗസ്ഥരുടെ മാത്രം തലയിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഇട്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായി പറഞ്ഞ ചെയർമാൻ്റെ തലയിൽ ഉത്തരവാദിത്തം ഇട്ട് മാത്രം ഒഴിഞ്ഞു പോകാൻ കഴിയുന്ന ഒന്നല്ല. കൃത്യമായി ഇതിനകത്ത് രാഷ്ട്രീയ തീരുമാനവും അതനുസരിച്ചുള്ള ഒരു ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അല്ല ഷമ്മാസ്, അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സർക്കാർ ഇച്ഛാശക്തി ഉണ്ടാവണം. പുറത്തുള്ള ഈ FIR ഇട്ടു, FIR-ൽ പ്രതികൾ പറയുന്നില്ല, പരമാവധി കേൾക്കുന്ന 2 ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുമെന്ന് കേൾക്കുന്നുണ്ട്. 2 ഉദ്യോഗസ്ഥരുടെ എന്തായാലും എല്ലാവർക്കും അറിയാം ഇത് ഏതെങ്കിലും 2 ഉദ്യോഗസ്ഥർ റിസ്ക് എടുത്ത് ചെയ്യുന്നതല്ലെന്നും കൃത്യമായ അഷുറൻസ് കിട്ടി ചെയ്യുന്ന കാര്യമാണെന്നും പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പ് അവർക്ക് ആരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവരിലേക്ക് എത്തണമെങ്കിൽ, അവരിലേക്ക് ഈ പറയുന്ന 1ാം റാങ്കാൻ ആരുടെ പ്രിയപ്പെട്ടവനാണോ അവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടാവണം. ഇടയ്ക്ക് വെച്ച് അന്വേഷണം നിർത്തി പോകരുത്. അല്ല, തീർച്ചയായും അതിനകത്ത് ഏതായാലും ഇപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. LDF ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് പുറത്തു വന്ന ഈ പറഞ്ഞ SIT ഉൾപ്പെടെ ഫോം ചെയ്തതിനകത്ത് പോലും ഒരു തരത്തിലുള്ള മാറ്റവും വരുന്നത് വളരെ കൃത്യമായി സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെ രീതിയിൽ സിസ്റ്റമാറ്റിക്കായ എവിഡൻസ്, ഈ പറഞ്ഞ ഇതിൻ്റെ മൂല്യധരണം ഉൾപ്പെടെ ബന്ധപ്പെട്ട് സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ രീതി ഉൾപ്പെടെ മുഴുവൻ എവിഡൻസും ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ചുള്ള ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ ആരാണോ, ഈ പറഞ്ഞ അരുൺ ജെ പ്രതാപ് എന്ന് പറയുന്നൊരു 1ാം റാങ്കുകാരൻ അല്ലെങ്കിൽ ഇടതുപക്ഷ ബന്ധമുള്ള ഒരാൾക്ക് വേണ്ടി ഇത്രയധികം റിസ്ക് എടുത്തിട്ട് ഉദ്യോഗസ്ഥർ PSC ഉദ്യോഗസ്ഥർ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടാകും. ആ സംരക്ഷണം അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് അത് UDF-നെ സംബന്ധിച്ച് അതിൻ്റെ ബാധ്യതയുണ്ടെന്ന് മാത്രമല്ല, അത് ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തങ്ങളുടെ എല്ലാ തരത്തിലുള്ള ജീവിത പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ PSC എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ആശ്രയിച്ച് ഉദ്യോഗസ്ഥരാവാൻ ഉദ്യോഗാർത്ഥികളെ അവരുടെ ഭാവിയെ കൂടി അവരുടെ പ്രതീക്ഷകൾക്ക് മേലെയുള്ള ഒരു തീരുമാനം കൂടിയായിരിക്കും ഈ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. കേവലം CPM നേതാക്കന്മാർ, നേരത്തെ ഹാഷ്മി തന്നെ പറഞ്ഞല്ലോ, PSC എന്ന് പറയുന്നത് കേവലം ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ, അത് പാർട്ടി സർവീസ് കമ്മീഷനായി മാറുന്ന അവസ്ഥയുണ്ടായി. അത് അടിമുടി പൊളിച്ചെഴുതേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരു കേസിൽ മാത്രമാണ് FIR ഇട്ടിട്ടുള്ളത്. 90ഓളം പരാതികൾ
വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മുതൽ ഇപ്പൊ KS ആയാലും ഇൻഫർമേഷൻ ഓഫീസർ ആയാലും അങ്ങനെ വിവിധ തസ്തികകളുമായി ബന്ധപ്പെട്ട് 90ഓളം പരാതികൾ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരു അന്വേഷണത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കും നീങ്ങേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇന്നിപ്പോൾ ദയനീയവശാൽ PSC എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഓക്കെ, ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഒരു പാർട്ടി അനുഭാവ ഗ്രൂപ്പിൽ വന്ന ഒരു വാട്സ്ആപ്പ് ഫോർവേഡിന്റെ ഏറ്റവും അവസാന ഭാഗം ഞാനൊന്ന് വായിക്കാം. കേരളം വിഴുങ്ങുന്ന കൺസൾട്ടൻസികളുടെ തലപ്പത്തേക്ക് CPM നേതാക്കളുടെ മക്കളെത്തുന്ന നിഗൂഢമായ വഴികൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മൊത്തമായി വിൽക്കപ്പെടുന്ന കഥ കൂടിയാണ്. പാർട്ടിയിൽ നിർഭയം ചർച്ച ചെയ്യാൻ പോകുന്ന പാവം പാർട്ടി സഖാക്കൾ ഒരു ചുക്കും അറിയില്ല. ആസൂത്രണ ബോർഡ് തലപ്പത്തേക്ക് ഇങ്ങനെയുള്ള എത്തപ്പെട്ടാൽ സർക്കാർ പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ തന്നെ കൺസൾട്ടൻസി, ബാർ, ബ്രോക്കർ സാധ്യതകൾ അനന്തമാകും. ആസൂത്രണവും വിൽപ്പനയ്ക്കല്ലാതെ സർക്കാർ ജോലി തേടി വീണ്ടും വന്നതാണെന്ന് വിചാരിച്ചാൽ നമ്മൾ മണ്ടന്മാർ. അതിന്റെ വേറൊരു വെർഷൻ നമുക്കറിയില്ല. ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഇപ്പോഴും ഈ PSC എന്ന് പറയുന്ന സംവിധാനം അത് ഇപ്പോഴും ഒരുപാട് ലക്ഷക്കണക്കിനായ യുവാക്കളുടെ പ്രതീക്ഷാഗോപുരം നിൽക്കുകയാണ്. അതുവഴി ഒരുപാട് യുവാക്കൾ ജോലി ആഗ്രഹിക്കുന്നുണ്ട്. കേസിന് പോയും എങ്ങനെയെങ്കിലും ഒരു ജോലി എന്ന വലിയ സ്വപ്നമായി നിൽക്കുന്ന നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറിയുടെ മുന്നിൽ സമരമായിരിക്കും. ദിവസം നമ്മൾ എത്ര പേരെ വിളിക്കുന്നതെന്ന് അറിയോ? അതിന്റെ വിശ്വാസത്തെ വീണ്ടെടുക്കണമെങ്കിൽ ഇത് അടിമുടി പൊളിക്കണം. ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ FIR പ്രതിനിധിത്വം കാര്യമില്ല. ഇത് അടിമുടി പൊളിച്ചു വാർക്കണം വിനോദ് മാത്യു വിൽസൺ. ഇല്ലെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ കണ്ട പാറ്റാ സമരത്തെക്കാൾ കൊടിയ സമരം കേരളത്തിലുണ്ടാവും. അതെ 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 ഭരണഘടനയിലെ ആർട്ടിക്കിൾ 317 എന്ന് പറയുന്ന ഒരു സോ കോൾഡ് പ്രിവിലേജ്, അതായത് ഈ ഇരിക്കുന്ന അത് ഹാഷ്മിയ ഇൻട്രോയിൽ ഒരു ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോയി, തെമ്മാടിത്തരം, ആ വാക്കാണ് ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മലയാള ഭാഷയിൽ ചാനൽ ഫ്ലോറിൽ നിന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വൃത്തികെട്ട പദം എന്ന് പറയുന്നത് ആ തെമ്മാടിത്തരം എന്ന വാക്ക് തന്നെയാണ്. കാരണം അങ്ങ് പറഞ്ഞല്ലോ, എത്ര ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, മനുഷ്യരുടെ പ്രതീക്ഷയാണ് PSC. മറ്റൊരു മാർഗമില്ലല്ലോ. മറ്റൊരു മാർഗം ഏതെങ്കിലും ഈ പറയുന്നവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കുക, അല്ലെങ്കിൽ അതുവഴി കെടുക, അങ്ങനല്ലാത്ത ക്രെഡിബിലിറ്റിയുള്ള വിദ്യാർത്ഥികൾക്ക്, മനുഷ്യർക്ക് ഈ നാട്ടിൽ സർക്കാർ ജോലിയിലേക്ക് കടന്നു വന്ന് എന്തിനാ സർക്കാർ ജോലിയിൽ കടന്നു വരുന്നത്? സുരക്ഷിതത്വം മാത്രമല്ല, ഈ നാട്ടിൽ ജീവിക്കാനും കൂടെ അവർക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പിറന്നു വീണ എൻ്റെ നാട്ടിൽ എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിച്ച്, അതൊരു ഏറ്റവും ഒരു വ്യക്തിയുടെ ഏറ്റവും മൗലികമായ, അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 14, 16 ഒക്കെ പറയുന്നത് പൊതുപരീക്ഷ സുതാര്യമായിരിക്കണമെന്ന് ആർട്ടിക്കിൾ 16ലും 14ലും റൈറ്റ് ടു ഇക്വാളിറ്റി പറ്റിയൊക്കെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ സത്യത്തിൽ ഈ ഭരണഘടനാപരമായ 317 എന്ന് പറയുന്ന രക്ഷാകവചം ഉപയോഗിച്ച് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ PSC മെമ്പർമാർ മുണ്ട് പൊക്കി കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, ഇവരെ മാറ്റണം. എന്താ അപ്പം അങ്ങ് പറഞ്ഞല്ലോ, അടിമുടി മാറ്റം. എങ്ങനെ മാറ്റണമെങ്കിൽ രാഷ്ട്രപതിയുടെ ശുപാർശ സുപ്രീം കോടതിയിലേക്ക് പോകണം, ദുർനടപ്പ് അല്ലെങ്കിൽ വലിയ കേസുകൾ വരണം. ഇപ്പോൾ ഈ കേസിൻ്റെ പുറത്ത് ക്രൈംബ്രാഞ്ച് കേസെടുത്തു, നമ്മളിന്ന് കണ്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് PSC മെമ്പർമാരുടെ പേരൊന്നും FIR-നകത്തില്ല. നമുക്കറിയാം, വിശ്വാസവഞ്ചന BNS-ന്റെ സെക്ഷൻ, അഴിമതി നിരോധന നിയമപ്രകാരത്തിൻ്റെ സെക്ഷൻ 7 പ്രകാരം കേസെടുത്ത് FIR ഉണ്ട്. ഈ FIR പ്രകാരം ഇവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഈ എല്ലാ തട്ടിപ്പുകളും ഇവർ ചെയ്യുമ്പോഴും ഇവർക്ക് ഈ പൊളിറ്റിക്കൽ സംരക്ഷണം കിട്ടുന്നത്. മാത്രമല്ലല്ലോ ഹാഷ്മി, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പ്ലാനിംഗ് ബോർഡിൻ്റെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ചീഫുമായി ബന്ധപ്പെട്ട് 2023 നടത്തിയ പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ഇവിടെ ജയചന്ദ്രൻ സാറ് ചോദിച്ചു, എന്തിനാണ് പൊളിറ്റിക്കൽ പാർട്ടിയായി ഞങ്ങളിലേക്ക് വരുന്നത്? സാറ് മനസ്സിലാക്കണം, അതിൽ അപ്പോയിന്റ് കിട്ടിയ ആളെന്ന് അരുൺ പ്രതാപ് എന്ന് പറയുന്ന ആള് ഈ ഇടതുപക്ഷ KGO എന്ന ആ സംഘടനയുടെ പേര്, ആ സംഘടനാ നേതാവാണ്. അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി ആ 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള PSCയിലെ തുടക്കക്കാരൻ്റെ ഏറ്റവും ഉയർന്ന ശമ്പളത്തിൽ എങ്ങനെ അദ്ദേഹം സർവീസിൽ കയറി? എങ്ങനെ കയറി? 58 മാർക്കിൻ്റെ പരീക്ഷ ചോദ്യം വിശകലനം ചെയ്തിട്ടില്ല. ഏറ്റവും നന്നായി പരീക്ഷ എഴുതിയ മനുഷ്യർക്ക് കിട്ടുന്നില്ല. അത് കിട്ടാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ആ മാനിപ്പുലേഷൻ്റെ ഭാഗമായി എന്നിട്ട് ആ മനുഷ്യൻ കേസ് നടത്താണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് കൊടുക്കുന്നു, ഹൈക്കോടതി പോകുന്നു. ആ കേസിന്റെ പുറത്താണ് ഈ അല്ലാതെ PSC ഒരിക്കലും വന്നിട്ടല്ല. നോക്കൂ, ഇനിയും ഇതിൽ ഒരു പരീക്ഷയ്ക്ക് എല്ലാവരുടെ കൂടി ഉടായ്പ കാണിച്ചു എന്നതല്ലല്ലോ. ഇത് കേസിനെ പറ്റി പരാതി ഉണ്ടാവുകയാണ്. ഇവിടെ ഫിഷറീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ ഉണ്ടാവുകയാണ്. നേരത്തെ ഷമ്മാസ് DVS പരീക്ഷ പരാതി ഉണ്ടാവുകയാണ്. പ്രധാനപ്പെട്ട പരീക്ഷകളിലൊക്കെ ഈ പരാതി ഉണ്ടാവുകയാണെങ്കിൽ, പരാതികളുടെ കുത്തൊഴുക്കാണെങ്കിൽ ഏത് പരീക്ഷ പാവങ്ങൾ വിശ്വസിക്കും? ചോദിക്കുന്ന സങ്കടമുണ്ട്. ഞാൻ ഇപ്പോഴും PSCയുടെ ക്രെഡിബിലിറ്റി ഇല്ലാതായി പോയി എന്ന് നാവോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല.
അതെ, ഈ പ്ലാനിംഗ് ബോർഡിന്റെ ചീഫ് ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന പരീക്ഷയെ ബന്ധപ്പെട്ടാണ് ഈ കേസെങ്കിൽ ഇതിനേക്കാളും വലിയ വൃത്തികേട് കാണിച്ചിട്ടുണ്ട്. എവിടെ അറിയാമോ? ഈ പ്ലാനിംഗ് ബോർഡിന്റെ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് 2019 നടത്തിയ പരീക്ഷയിൽ ഇതിനേക്കാളും വലിയ തെമ്മാടിത്തരം ഇവർ കാണിച്ചിട്ടുണ്ട്. അതെന്താ കാണിച്ചതെന്ന് അറിയാമോ? അത് ഇപ്പൊ പക്ഷേ പറയാൻ നിർവാഹമില്ല. കാരണം ആ ജോലി കിട്ടിയാൽ വിരമിച്ചു, ആ കേസിന് പോയാൽ വേണ്ടാന്ന് വെച്ചു. എന്താ ആ സംവിധാനം? ഇത് സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് ചീഫാണ്, അത് ഇതേ തസ്തികയും ഇതേ ശമ്പളവുമാണ്. അവിടെ നടത്തിയെന്നാണ് 2 പേര്, ഒരു ഉമർ കോയ എന്ന് പറയുന്ന ഒരു മനുഷ്യനും സൗമ്യ എന്ന് പറയുന്ന ഒരു ലേഡിയുമായിരുന്നു റിട്ടേൺ ടെസ്റ്റിൽ 100 മാർക്കിൽ 86ഉം 94ഉം മാർക്ക് വാങ്ങിച്ച് റിട്ടേൺ ടെസ്റ്റിൽ ഏറ്റവും മനോഹരമായി പെർഫോം ചെയ്തത്. അവരെ എങ്ങനെ ഒഴിവാക്കിയെന്നറിയാമോ? 100 മാർക്ക് റിട്ടേൺ ടെസ്റ്റ് ആണെങ്കിൽ 40 മാർക്ക് ഇന്റർവ്യൂ. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് റിട്ടേൺ ടെസ്റ്റിൽ 86ഉം 91ഉം മാർക്ക് കിട്ടിയിട്ട് ഈ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന പഹയന്മാർ, അതിന്റെ ചെയർമാൻ അടക്കം കണ്ണൂർ സർവകലാശാല മെമ്പർ അടക്കമുള്ള സകല മനുഷ്യരുടെ ഇന്റർവ്യൂവിൽ കൊടുത്തത് 11ഉം 14 മാർക്കാ. എന്നിട്ട് ഇടതുപക്ഷ നേതാവിന് ഇന്റർവ്യൂവിൽ 40ൽ 36 മാർക്ക് ഇട്ട് കൊടുത്തു. ഈ പാവപ്പെട്ട മനുഷ്യര്, ഈ ഉമർക്കോയും സൗമ്യയും, ആ സൗമ്യയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഞാനത് വായിച്ചു. അവർ പറയുന്നത്, ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ 7ാമതായിട്ടാണ് കയറുന്നത്. എന്നോട് ഒരു ചോദ്യം ചോദിച്ചില്ല ചെയർമാൻ, ഒരു ചോദ്യം ചോദിച്ചില്ല, കണ്ണീരോടുകൂടി ഇന്റർവ്യൂ ബോർഡിൽ ഞാൻ ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ മനുഷ്യർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസിന് പോയി. കേസ് അവിടെ ഒന്നും ചെയ്തില്ല, ഹൈക്കോടതി പോയി, സുപ്രീം കോടതി പോയി. 2023 സുപ്രീം കോടതിയിൽ കേരള PSC മാപ്പെഴുതി കൊടുത്തു ആ കേസിൽ, അറിയാമോ? അതായത് ഈ ഇന്ത്യയിലെ പൊതുമാനദണ്ഡം അനുസരിച്ച് ഇന്റർവ്യൂവിന് 40ൽ 36 മാർക്ക് കൊടുത്തത് പൊതുമാനദണ്ഡത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് കേരള PSC സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത് മാപ്പെഴുതി കൊടുത്തു. പക്ഷേ എന്ത് സംഭവിച്ചു? അപ്പോഴത്തേനും കാലാവധി കഴിഞ്ഞ് അതിൽ വിരമിക്കൽ നടപടിയിലേക്ക് പോയി. നോക്കൂ, 2019 തുടങ്ങിയതാണ് ഈ പ്ലാനിംഗ് ബോർഡിന്റെ ചീഫ്, അതായത് സോഷ്യൽ സർവീസിലെ ചീഫിൽ കാണിച്ച വൃത്തികേടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുന്നത്. അത് മാത്രമല്ലല്ലോ, നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചല്ലോ, അതായത് ഈ നമുക്ക് 2019 കേരള PSCയിൽ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് എന്തായിരുന്നു? തട്ടിപ്പ് പോലീസ് CPO റാങ്ക് ലിസ്റ്റിൽ SFI-കാരൻ വന്നു. SFI-കാരനെ പിടിച്ചത് ഈ പറയുന്ന PSC തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയിലാണോ? അല്ല, യൂണിവേഴ്സിറ്റി കോളേജിൽ കുത്തുകേസ് നടത്തി. ആ കുത്തുകേസുമായി ബന്ധപ്പെട്ട് ഈ SFI ഗുണ്ടകളുടെ വീട്ടിൽ പോയി അവിടെ ആ വീട് ശോധന ചെയ്തപ്പോൾ, വീട് പരിശോധിച്ചപ്പോഴാണ് മാർക്ക് ലിസ്റ്റും കുന്തവും കുടച്ചക്കുറം കിട്ടിയത്. എന്തായിരുന്നു റാങ്ക് ലിസ്റ്റ്? കേരള PSCയിൽ CPOയിൽ 1ഉം 2ഉം 28ഉം റാങ്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ SFI ഗുണ്ടകൾക്ക് പുറത്തുനിന്ന് കൊടുത്തു. അതിന്റെ പുറത്ത് പരാതി വന്നത് കേരള PSCയുടെ പരാതിയുടെ പുറത്തല്ല, അത് തട്ടിപ്പ് പുറത്തേക്ക് വന്നത്. കുത്തുകേസിൽ പിടിക്കാൻ പോയി വീട്ടിൽ കണ്ട ഈ പരീക്ഷാ പേപ്പറുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, 2020 നമുക്കറിയാലോ, കോഴിക്കോട് 2 ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട് 60 ലക്ഷം രൂപയ്ക്ക് കേരള PSCയുടെ മെമ്പർ വാഗ്ദാനം ചെയ്തു. NCP ഘടകകക്ഷിക്ക് ഈ പറയുന്ന കേരള PSCയുടെ മെമ്പർ സ്ഥാനം വാഗ്ദാനം ചെയ്തു. എൻ്റെ പൊന്നു ഹാഷ്മി, ഇത് നിർത്തണമെങ്കിൽ, ഇപ്പൊ മുഹമ്മദ് ഷമ്മാസ് ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് ഈ കോൺഗ്രസ്സുകാരോടും ഒക്കെ പറയാനുള്ള, നിങ്ങൾക്ക് ഇതിനകത്ത് സുതാര്യതയുണ്ടെങ്കിൽ, കേരള PSCയെ വിശുദ്ധീകരിക്കണമെങ്കിൽ, അതിനെ ഭംഗിയുള്ളതാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട, ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യം വീതം വെച്ച് കൊടുക്കരുത്. അതായത് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ സിവിൽ സർവീസിൽ ബന്ധപ്പെട്ടവരാണ് ഇതിൻ്റെയൊക്കെ ചെയർമാന്മാരും മെമ്പർമാരും ആകുന്നതെങ്കിൽ, കഴിഞ്ഞ 5 വർഷം കോൺഗ്രസിന് വേണ്ടി പെട്ടി പിടിച്ചവർക്ക്, ഘടകകക്ഷി നേതാക്കന്മാർക്ക് വീതം വെച്ച് കൊടുക്കുന്ന കുടുംബ സ്വത്താക്കി PSCയെ മാറ്റിയാൽ ഇത് തുടരും. സാമാന്യ ഈ സംഘത്തെ ഇറക്കി വിടണം. അവിടുന്ന് ഈ സംഘത്തെ ഇറക്കി വിടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നിയമനം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ചെയ്യണം. താങ്കൾ പറഞ്ഞു, അത് സൂചിപ്പിച്ചു. അങ്ങേക്ക് ഓർമ്മയുണ്ട്, ഈ പറഞ്ഞ ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ദിവസം 100 രൂപ കൂട്ടിത്താ എന്ന് കെഞ്ചി പറഞ്ഞ് സമരം നടന്ന സമയത്താണ് 2025 ഈ PSC ശമ്പള പരിഷ്കരണം. ചെയർമാന് അടിസ്ഥാന ശമ്പളം 2,24,000 രൂപ, അംഗങ്ങൾക്ക് 2,19,000 രൂപ, 53% കേന്ദ്ര DA, വീട്ടുവാടക, ഗതാഗത ചെലവൊക്കെയായി ശമ്പളത്തിന്റെ 16% വേറെ, എല്ലാവരും ചേർത്ത് 3-4 ലക്ഷം രൂപ വരും. വീട്ടുകാരുടെ ചികിത്സ അടക്കം ഫ്രീ. ചെയർമാൻ ഇഷ്ടാനുസരണം വീട് വാടകയ്ക്ക് എടുക്കാം, വാടക സർക്കാർ കൊടുക്കും, ഇഷ്ട വാഹനം എത്ര വർഷം വേണമെങ്കിൽ ഉപയോഗിക്കാം, ഡ്രൈവറെ വെക്കാം, എല്ലാ ചെലവും നമ്മുടെ നികുതി പണം, 6 വർഷം ഇരിക്കാം. ഈ പെൻഷൻ ആയാലും പെൻഷൻ ആവുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് 1 ദിവസമാണെങ്കിലും 6 വർഷമാണെങ്കിലും പെൻഷൻ ആ തൊട്ട് പിറ്റേന്നാൾ മുതൽ ശമ്പളത്തിൻ്റെ 45% പെൻഷൻ, കൂടാതെ DA, ഒരിക്കൽ അംഗമായാൽ മരണം വരെ ചികിത്സാ ചെലവ്, അത്രയും കനപ്പെട്ട ആനുകൂല്യങ്ങൾ, ലക്ഷങ്ങളുടെ ശമ്പളം വാങ്ങാനുള്ള ബേസിക് യോഗ്യത എന്താണ്? ഒന്നുമില്ല, രാഷ്ട്രീയ പരിഗണന മാത്രം. രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്ന കേരളത്തിലെ PSCയിലാണ്. ക്രമക്കേടുകളുടെ ഈ അധമ നിര, ശ്രീ MK ഹരിദാസ്. നോക്കൂ ഹാഷ്മി, ഇതൊക്കെ നമ്മളിപ്പോൾ താങ്കൾ ഇങ്ങനെ ഒഴുക്കിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യത്തിൽ മനസ്സിലാക്കുക, ഈ ശമ്പളം കൈപ്പറ്റുന്നവർ അവർ പൂർണ്ണമായിട്ടും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ചേർന്ന് അവർക്ക് കിട്ടുന്ന തുക അവർ മാത്രമല്ല അനുഭവിക്കുന്നത്, അവരെ ആ സീറ്റിലേക്ക് എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കും കൃത്യമായ തുക ഇതിൽ നിന്ന് പോകുന്നുണ്ടെന്നേ. അങ്ങനെ വേണം നമ്മൾക്ക് വിശ്വസിക്കാൻ.
നോക്കൂ, മുന്നണി രാഷ്ട്രീയത്തിലെ ഘടകകക്ഷികൾക്ക് വീതം വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോർപ്പറേഷനുകളുണ്ട്, ബോർഡുകളുണ്ട്. ഏകദേശം 136ഓളം ബോർഡുകൾ ഒരു ആവശ്യവുമില്ലാതെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതുമാതിരി തന്നെ 47 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കോർപ്പറേഷനുകളുണ്ട്. ഇതൊന്നുമല്ലാതെ ഒരു 62ഓളം കോർപ്പറേഷനുകൾ മറ്റത് നിലനിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഓടുന്നത് നഷ്ടത്തിലാണ്. അത്തരം കോർപ്പറേഷനുകൾക്കും ബോർഡുകൾക്കും മുന്നണി രാഷ്ട്രീയത്തിലെ വീതം വെപ്പിന് ഉപയോഗിക്കാതെ കേരളത്തിലെ മുഴുവൻ യുവതിയുവാക്കളുടെയും ആശ്രയ കേന്ദ്രമായി കാണുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിയമനത്തിൽ പോലും, അതായത് ബോർഡ് അംഗങ്ങളുടെയും അതുമാതിരി തന്നെ ചെയർമാൻ്റെയും നിയമനത്തിൽ പോലും മുന്നണി രാഷ്ട്രീയത്തിലെ വീതം വെപ്പിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാകുമോ? അത്രയേറെ അധപ്പതിച്ചു പോയി നമ്മുടെ രാഷ്ട്രീയം എന്നതുള്ളതിൻ്റെ ഉദാഹരണമാണ് താങ്കളിപ്പോൾ ഈ പറഞ്ഞ കണക്കുകളെല്ലാം തന്നെ. ഈ കണക്കുകളുടെ കാര്യത്തിൽ ഹാഷ്മി കൂട്ടിപ്പറയൂ. ഞാൻ പറഞ്ഞില്ലേ, 9 സംസ്ഥാനങ്ങളിൽ 7-ൽ കൂടുതൽ മെമ്പർമാരുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ കണക്കും എനിക്ക് കിട്ടിയിട്ടില്ല പബ്ലിക് സർവീസ് കമ്മീഷനിൽ. എന്തിനാണ് ഈ കൊച്ചു കേരളത്തിന്? ഇവിടുത്തെ ജനസംഖ്യാനുപാതികമായിട്ട് 3,40,00,000 ജനങ്ങൾ ഇപ്പോഴാണ് ആയിരിക്കുന്നത്. പക്ഷേ ഈ 21 ആളുമായിട്ട് നമ്മൾ വരാൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലമായി. അല്ല ശ്രീ ഹരിദാസ്, നമ്മുടെ നികുതിപ്പണത്തിൽ കൊണ്ടുപോയി ജീവിക്കട്ടെ, പക്ഷെ ചെയ്യുന്ന പണി മര്യാദ എടുക്കണ്ടേ? അത് ഞങ്ങൾ ഓട്ടോണമസ് സ്ഥാപനം, ഞങ്ങൾ ഭരണഘടനാ സ്ഥാപനം, ഞങ്ങൾ ആരാലും തൊടാൻ പറ്റുന്ന അപരിമേയം അധികാരമുള്ളവർ എന്ന ധാർഷ്ട്യം കൊണ്ടിരുന്ന എങ്ങനെ ഇരിക്കും? അതിനേക്കാൾ വലിയ ധാർഷ്ട്യം ഡൽഹിയിൽ പിള്ളേര് പൊളിച്ചു. ശ്രീ ഹരിദാസ്, അതാണല്ലോ തുടക്കത്തിൽ അത് തീർച്ചയായിട്ടും ഹാഷ്മി തുടക്കത്തിൻ്റെ ഇൻട്രോയിലൊരു കാര്യം പറഞ്ഞു. ഡൽഹിയിലുണ്ടായ പാറ്റകളുടെ ആക്രമണം കേരളത്തിൽ ഉണ്ടാവില്ല ഹാഷ്മി. കാരണം അടുത്തൊരു 15 കൊല്ലത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സാന്നിധ്യം കേരളത്തിൽ ഇല്ലാതായാൽ മാത്രമേ അത്തരത്തിലൊരു മൂവ്മെൻറ്റ് കേരളത്തിൽ നടക്കുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ആവില്ല. CPM എന്ന് പറയുന്ന പാർട്ടി നശിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഹാഷ്മിക്കറിയുമോ? ഈ യുവാക്കളായ അണികളുടെ നിസ്സംഗ മനോഭാവം കൊണ്ട് മാത്രമാണ് CPM കേരളത്തിൽ നശിക്കാൻ പോകുന്നത്. അതിന് ഞാൻ കാണുന്ന കാലാവധി എൻ്റെ ഈ 66 വയസ്സ് പ്രായത്തിലെ ഒരു ഏകദേശം 15 കൊല്ലമാണ്. അതിനുശേഷമേ പാറ്റകളെ പോലുള്ളവരൊരു ആക്രമണം അല്ലെങ്കിൽ പാറ്റകളെ പോലുള്ളവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പോടുകൂടി കേരളത്തിലൊരു ശുദ്ധീകരണം നടക്കുകയുള്ളൂ. ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ഇരിക്കെ ഇപ്പോൾ ഇവിടെ ശ്രീ വിനോദ് മാത്യു പറഞ്ഞതുമാതിരി തന്നെ എന്ത് അന്വേഷണം നടത്തിയിട്ട് എന്താണ് അവർക്കെതിരെ എടുക്കാനുള്ള നടപടി? പിന്നെ ഹാഷ്മി വിശ്വസിക്കുന്നുണ്ടോ UDF LDF അന്തർധാരയിൽ ഈ കേസ് കൃത്യമായിട്ടൊരു അന്വേഷണം മുൻപോട്ട് പോകുമെന്ന് ഹാഷ്മി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല സർ, ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ഒരുവിധം ഞാൻ സംസാരിക്കുന്ന ഒരുവിധം ആൾക്കാർ വിശ്വസിക്കുന്നു ഇത്തരത്തിലൊരു കേസ്, അതായത് ഒരു ഉദ്യോഗാർത്ഥി പിന്നാലെ കൂടിയിട്ട് വേണ്ടി വന്നു ഇത്രയും വലിയൊരു ആസൂത്രിതമായ ഒരു കൊള്ള എന്ന് തന്നെ പറയാവുന്നൊരു സംഗതി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗാർത്ഥി വിചാരിക്കേണ്ടി വന്നു. നമ്മുടെ സാങ്കേതിക പരിജ്ഞാനങ്ങൾ, സാങ്കേതികമായി നമ്മൾ അങ്ങേയറ്റം മുന്നേറിയിട്ട് ഇവിടുത്തെ എല്ലാം നിശ്ചയിക്കുന്നത് കമ്പ്യൂട്ടറാണ്. എല്ലാം നിശ്ചയിക്കപ്പെടുന്നത് കമ്പ്യൂട്ടറിലാണ്. ആ കമ്പ്യൂട്ടറുകൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ 54 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതേണ്ടതില്ല ഒരു വ്യക്തി എന്ന നിലയിലേക്ക് ആ കാര്യം കൊണ്ട് ചെന്നെത്തിച്ചത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ ശ്രീ ജയചന്ദ്രൻ എന്തോ പറയുന്നത് കേട്ടു. ഇവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാന് നേരെ വിരൽ ചൂണ്ടുവാൻ ഞാൻ തയ്യാറാണ്. എന്താണ് ശ്രീ ജയചന്ദ്രൻ ബാക്കി 20 പേർക്ക് ഇതിൽ താങ്കളൊരു ആനുകൂല്യം കൊടുത്തിരിക്കുന്നത്? ഈ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മേൽനോട്ടത്തിന് വേണ്ടിയിട്ടല്ലേ 6,80,00,000 രൂപ പ്രതിവർഷം ചിലവാക്കിക്കൊണ്ട്, ശമ്പളത്തിന് മാത്രം ചിലവാക്കിക്കൊണ്ട് 21 പേരെ നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മൾ തീറ്റിപ്പോറ്റുന്നത്? അവർക്കിത് നോക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ വെച്ചിട്ട് പോകണം, അല്ലെങ്കിൽ വെച്ചിട്ട് ഒഴിവാക്കാൻ വേണ്ടുന്ന ഹാഷ്മി പറഞ്ഞതുപോലെ എളുപ്പമല്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു ശുദ്ധീകരണം നടത്തുമ്പോൾ നമുക്ക് ഈ 21 പേരെ പബ്ലിക് സർവീസ് കമ്മീഷന് ആവശ്യമില്ല എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് UDF സർക്കാർ എടുക്കേണ്ട നടപടി ഇത് 10-ൽ താഴെയുള്ള ഒരു സംഖ്യയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ കൃത്യമായിട്ട് നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം ജാഗരൂകരായിട്ടുള്ള സത്യസന്ധതയുള്ള രാഷ്ട്രീയക്കാർക്ക് തന്നെ കൊടുത്തോട്ടെ. അത്തരക്കാരെ കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചെയർമാൻ പദവിയിലേക്ക് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയക്കാരനെ നിയോഗിക്കാതിരിക്കാനുള്ള നടപടികളാണ് ഹാഷ്മി നമ്മൾ കൈക്കൊള്ളേണ്ടത്. അതിൽ നമ്മൾ എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിലൊക്കെ അങ്ങേയറ്റം സംശയമുണ്ട്. കാരണം ഇവിടെ നടക്കുന്നത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ നിയോഗങ്ങളുടെ പേരിൽ, രാഷ്ട്രീയ റെക്കമെൻഡേഷൻ്റെ പേരിൽ എല്ലാ തലത്തിലും ജഡ്ജിമാരുടെ നിയമനം വരെ രാഷ്ട്രീയ ദല്ലാളന്മാരെ ഏറ്റെടുക്കുന്ന നമ്മുടെ കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു ശുദ്ധീകരണം നടന്നിട്ടില്ലെങ്കിൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലേറിയിട്ട് 10 വർഷം കൊണ്ട്
സർക്കാർ സർവീസിലല്ലാതെ എത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. ഇവിടെ എത്ര യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തു ഈ 10 വർഷത്തിനിടയ്ക്ക്? തൊഴിലില്ലായ്മ ഇടതുപക്ഷ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അഭ്യസ്തർക്ക് ജോലിയില്ലാതെ ഉള്ള സംസ്ഥാനമാണ് അത് കേരളമാണ്. ആ കേരളത്തിലാണ് അവിടെ ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ അത്താണിയാവേണ്ട PSC കാണിക്കുന്ന ഈ പരിപാടി. ഞാൻ എത്താം. എം ജയേന്ദ്രൻ ഇവിടെ ഇന്ന് മുൻ സ്പീക്കർ AN ഷംസീർ ഒരു വേദിയിൽ പ്രസംഗിക്കുക പറയുകയാണ്, അയ്യപ്പ സംഘം നമ്മുടെ പരിപാടി നമുക്കത് പിഴച്ചു, ഈ പറഞ്ഞ വെള്ളാപ്പള്ളി കൊണ്ടുപോകണം നമ്മുടെ പരിപാടി നമുക്കത് പിഴച്ചു എണ്ണി പറയുകയാണ്. അത് ഷംസീർ മാത്രമല്ല, CPM-ന്റെ വെബ്സൈറ്റിലിട്ട കേന്ദ്ര കമ്മിറ്റിയുടെ 20 പേജുള്ള റിപ്പോർട്ട് പ്രകാരം എണ്ണി പറയുകയാണെന്നേ പാർട്ടിക്ക് പിഴച്ചുപോയ അധികാര നഷ്ടത്തിൽ പാർട്ടിക്ക് പിഴച്ചുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു തിരിച്ചറിവിൻ്റെ കാലമാണ്. ആ തിരിച്ചറിവിൽ നിന്ന് അങ്ങ് പറയൂ എം ജയേന്ദ്രൻ, ഈ പറയുന്ന ഒരിടത് യൂണിയൻ നേതാവോ പ്രവർത്തകനോ അയാൾക്ക് വേണ്ടി അയാളെ ഈ മാതിരി ഹീനമായ പണിയിലൂടെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഒരു ചെയർമാനും കുറച്ച് അംഗങ്ങളും മാത്രം വിചാരിച്ച് കയറ്റി എന്ന് അങ്ങ് ലോജിക്കലി കരുതുന്നുണ്ടോ എം ജയേന്ദ്രൻ? നമ്മുടെ പേപ്പറും സാങ്കേതികതയും വിട്. അല്ല, ഇത് ഇത്തരം ചോദ്യങ്ങൾ ഹാഷ്മി വരുന്നത് തന്നെ ഈ PSCയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് പൂർണ്ണമായി അന്വേഷിക്കാതെയാണ് എന്ന് ഞാൻ പറയൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ താങ്കൾക്കടക്കം ചോദിക്കേണ്ടി വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരുപാട് അംഗങ്ങളുണ്ട് എന്ന ആക്ഷേപമുള്ളവർ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ KSUവിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ. 21 പേരുള്ള അംഗങ്ങളുള്ള PSCയിൽ ഇപ്പോൾ 5 ഒഴിവുണ്ട്. ഈ 5 ഒഴിവ് നികത്തണ്ടെന്ന് UDF സർക്കാരിന് തീരുമാനിക്കാം ഹാഷ്മി. ഇനി അടുത്ത 2-3 പേരുടെ ഒഴിവ് അടുത്ത വർഷം വരാനുമുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിവാക്കി 5, 3, 8 പേരെ അപ്പം തന്നെ ഒഴിവാക്കാം. അത് രാഷ്ട്രീയ തീരുമാനം മതി. UDFൻ്റെ PSCയിൽ ശുദ്ധീകരണം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ 2013-ലാണ് 21 പേരാക്കിയത്. അത് അങ്ങനെ കൊണ്ടുപോകണ്ട. ഇനി ഒരുപാട് ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞു സ്ഥാപനത്തെപ്പറ്റി. അതുകൊണ്ട് 5 പേരുടെ പുതിയ വേക്കൻസി നികത്തുന്നില്ല. അടുത്ത വർഷം വരാനുള്ള 2 പേരുടെ വേക്കൻസിയും 2-3 പേരുടെ വേക്കൻസിയും അത് നികത്തേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം. UDF തീരുമാനിച്ചാൽ മതി. CPM പിഴച്ചുപോയ പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത്. ആ പാർട്ടിക്ക് പിഴവ് പറ്റി. ആ പാർട്ടിയെ നിങ്ങൾ തിരുത്താൻ നടക്കണ്ടെന്നേ. 15 വർഷം കൊണ്ട് പാർട്ടി തകരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചർച്ച ഇരിക്കുകയല്ലേ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ജയചന്ദ്രൻ എന്തോ പറയുന്നു എന്നാണ് ആക്ഷേപം. അപ്പോൾ എന്തെങ്കിലും പറയാനായിട്ട് നിങ്ങൾ എന്നെ എന്തിനാണ് വിളിച്ചിരുത്തുന്നത്? എന്തെങ്കിലും പറയുന്ന ഒരുത്തെന്ന് പറഞ്ഞാൽ സ്ഥലകാലബോധമില്ലാതെ ചർച്ചയിൽ നിന്നിരിക്കുന്നതെന്നാണല്ലോ സാധാരണഗതിയിൽ മലയാളത്തിൽ മനസ്സിലാക്കേണ്ട അർത്ഥം. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളുടെ കൂടെ ഒന്നുകിൽ എന്നെ വിളിക്കാതിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള മാന്യന്മാർ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവായി നിൽക്കണം. എന്തെങ്കിലും പറയുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കണ്ടെന്ന് വിചാരിക്കണം. അതാണ് ന്യായമായ കാര്യം. അതല്ല ഇതിൻ്റെ അത് വന്നിരുന്നുകൊണ്ട് ചുമ്മാ എയർ ബലൂൺ പൊട്ടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അല്ല, വ്യക്തിപരമായിട്ട് എടുക്കണം, എടുത്തേ പറ്റൂ. ജയചന്ദ്രൻ എന്തെങ്കിലും ഇവിടെ ഒന്നിരുന്ന് പറയുന്നു പറഞ്ഞാൽ പിന്നെ വ്യക്തിപരമല്ലേ ഹാഷ്മി? അത് ഹാഷ്മി അല്ലല്ലോ പറഞ്ഞത്. മറ്റ് പിന്നെ ചാനലിലേക്ക് ചർച്ചയിലേക്ക് 2 പേരെ അല്ലല്ലോ പറഞ്ഞത്. പേരെടുത്താണ് എന്നെ പറഞ്ഞത്. എന്നെപ്പറ്റി പേരെടുത്ത് പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാതിരിക്കാനും പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ചെയർമാനിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നത് എന്തിനാണ്, ബാക്കി അംഗങ്ങളിലേക്ക് എന്തുകൊണ്ട് വിരൽ ചൂണ്ടുന്നില്ല എന്നൊരു ചോദ്യം കൂടി ചോദിച്ചു. അതെൻ്റെ എൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എൻ്റെ റൈറ്റ് അല്ലേ ഭരണഘടനാപരമായി? അതെൻ്റെ അഭിപ്രായമാണെന്നേ. അദ്ദേഹത്തിന് വേറെ അഭിപ്രായമുണ്ട്, അദ്ദേഹം പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായം പറയണമെന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണ്. അദ്ദേഹത്തിന് തീരുമാനിപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഒരാൾക്കും പറ്റില്ല. അത് ഞാൻ പറയേണ്ട കാര്യമാണ്. ഞാൻ പറയേണ്ട കാര്യം മറ്റൊരാൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ താങ്കൾ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇത് പിന്നെ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി രേഖ പരസ്യപ്പെടുത്തിയതാണല്ലോ. മാധ്യമങ്ങൾക്കുള്ള ഒരു ഖേദം വരാനിടയുള്ളത് ഊഹിച്ചത് മുഴുവൻ തെറ്റിപ്പോയി. ഊഹങ്ങൾക്കെല്ലാം പിന്നെ വിരാമമിടേണ്ടി വന്നു. അസംഷൻ ഇനി കാര്യമില്ല. രേഖ പരസ്യമായിട്ട് പബ്ലിക് ഡൊമൈനിലുണ്ട് താനും. അത് സംബന്ധിച്ച് പറയാൻ കഴിയൂ. അത് സംബന്ധിച്ച് എന്തും പറയാം. പക്ഷെ ഷംസീർ പറഞ്ഞതല്ലല്ലോ പ്രശ്നം. MA ബേബി, MV ഗോവിന്ദനും അടക്കമുള്ളവർ പറയുന്നുണ്ട്. സംഘടനാപരമായ ഷംസീറിന് മേലെയാണല്ലോ അവരൊക്കെ അടക്കമുള്ളവർ തങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് തുറന്ന് പറയുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ പറയുന്നത്. അതെ, അല്ല ഞാൻ തളിപ്പറമ്പിൽ പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് കട്ടു എന്ന ആരോപണമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്ന തീരുമാനമൊക്കെ നമ്മളോട് പറഞ്ഞാണ്. ഇത് പിഴച്ച തീരുമാനമാണ്. ഇപ്പോഴും നമ്മൾ ഓരോ ദിവസവും എന്നാണ് പറഞ്ഞാണ്. അന്ന് നമ്മളെ മാപ്ര ഈ പറയുന്ന ഇടത് വിരുദ്ധ വിദ്രോഹം എന്നൊക്കെ പറഞ്ഞിട്ട് അതേ തെറ്റ് അതിൽ എഴുതി വെക്കുമ്പോഴത്തേക്കും അത് വായിക്കുമ്പോൾ ഒരു സങ്കടം, ഒരു വേദന. പോട്ടെ, നിങ്ങൾ ചർച്ച PSCയെ കുറിച്ചാണല്ലോ. അല്ല, അതെ ഉറപ്പായിട്ടും ചർച്ച PSCയെ കുറിച്ചാണല്ലോ. അതിലേക്ക് തന്നെ വരികയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് തന്നെ വരികയാണ്. പിന്നെ ഈ കേസിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പുറത്തു കൊണ്ടുവന്ന പ്രശ്നമെന്ന് പറഞ്ഞല്ലോ. ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പറയൂ. കേൾക്കുന്നുണ്ടോ അതോ
കേൾക്കാം കേൾക്കാം കേൾക്കാം. അല്ല, ഒരു വിദ്യാർത്ഥി പുറത്തു കൊണ്ട് അല്ല സോറി ഒരു ഉദ്യോഗാർത്ഥി പുറത്തു കൊണ്ടുവന്ന പ്രശ്നമെന്ന് പറയുന്നുണ്ടല്ലോ. അത് ഞാൻ അതിനെ പറ്റി അഭിപ്രായം പറയുമ്പോൾ ഭാഗികമായി അത് ശരിയാണെന്ന് ഞാൻ പറയൂ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ വ്യക്തതയോട് പറഞ്ഞാൽ ഈ PSC അംഗങ്ങളിൽ പെട്ട ഒരാൾ തന്നെ, അത്രയും ഞാൻ പറയൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. ഇത്തരം ഈ ലീഗ്സ്, ഈ PSCയുടെ വിവരങ്ങളുടെ ചോർച്ച, ആ ചോർച്ചയ്ക്ക് നിദാനമായി നിൽക്കുന്നുണ്ട്, നാളെയും അദ്ദേഹം നിൽക്കുകയും ചെയ്യും. ആ ഒരു നില ഇപ്പോൾ PSCയിലുണ്ട്. അത് ചെയർമാനുമായിട്ടുള്ള റിഫ്റ്റിൻ്റെ പ്രശ്നമാണെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ അക്കാര്യത്തിൽ ചെയർമാൻ്റെ പക്ഷത്തല്ല, പല കാര്യങ്ങളിലും ചെയർമാൻ്റെ പക്ഷത്തുമല്ല. അദ്ദേഹം ഈ പാർട്ടിക്കാർ വേണം ഇതിൻ്റെ അകത്തൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞത്, പാർട്ടിക്കാരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ ചെയർമാൻ പാർട്ടിക്കാരനാണോ? അദ്ദേഹം ഒരു പ്രൊഫഷണലായിരുന്നില്ലേ? പാർട്ടിക്കാരനാണോ? അല്ലല്ലോ. അപ്പോൾ അത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തും അത്തരക്കാരെ നിയമിക്കുമ്പോൾ അത് കുറച്ചുകൂടെ മര്യാദ വേണം. താങ്കൾ ഉത്തരവാദിത്തത്തിൽ പറഞ്ഞാണ് ഏതൊരു അംഗം പുറത്ത് പറയുന്നതാണെന്ന് നമുക്കറിയില്ല. നമുക്കറിയുന്ന കാര്യം എന്താണ്? നമുക്കറിയുന്ന ഈ പറയുന്ന ശ്യാംലാൽ എന്ന് പറയുന്ന ഒരാളുടെ നിരന്തര പോരാട്ടം, അവിടെ ഉത്തരപേപ്പർ ചോദിക്കാൻ കൊടുക്കാതിരിക്കുക, പിന്നെയും കൊടുക്കാതിരിക്കുക, പിന്നെ ശ്രമിക്കാവുന്ന വഴികൾ മുഴുവൻ ശ്രമിച്ച് ഒരു ഉദ്യോഗാർത്ഥി നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് നമുക്കറിയാവുന്ന ഇതിന്റെ ആകത്തുക. അതല്ലാതെ ഏതെങ്കിലും ഒരു അംഗം പുറത്തു വന്നാൽ നമുക്കറിയില്ല. ഷമ്മാസ് അത്ര വലിയ ഒരു തസ്തികയിൽ ഒരാളെ അത്രയധികം കള്ളത്തരം കാണിച്ച് നിയമിക്കണമെങ്കിൽ അത് രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് അറിയാൻ കഴിയുന്ന എല്ലാവർക്കും മനസ്സിലാവും. അത് ഇറങ്ങിപ്പോയ സർക്കാർ, അതിന്റെ രാഷ്ട്രീയ പാർട്ടി അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഡസൻ മാറ്റർ. ഷമ്മാസ് പക്ഷെ PSCയുടെ ക്രെഡിബിലിറ്റിക്ക് കാര്യമായ കളങ്കം സംഭവിച്ചിരിക്കുന്നു. ആ പോയ കളങ്കം തിരിച്ചു പിടിക്കുന്ന ഉത്തരവാദിത്തം മാറി വന്ന ഈ സർക്കാരിനാണ്. അതിന് സർക്കാരിന്റെ പക്കലുള്ള ഒരു ആക്ഷൻ പ്ലാൻ എന്താണ് ഷമ്മാസ്? തീർച്ചയായും ഹാഷ്മി, ആ ഉത്തരവാദിത്തം ഈ സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അത് നിർവഹിച്ച് തന്നെ മുന്നോട്ട് പോകും. ഇവിടെ ശ്രീ M ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ വളരെ രസകരമായൊരു പരിഹാര ഫോർമുലയുണ്ടല്ലോ. അതായത് ഇനി അങ്ങോട്ട് ഇപ്പം നിലവിൽ ഒഴിവ് വരുന്ന 5 പ്ലസ് അടുത്ത വർഷം ഒഴിവ് വരുന്ന 3, 5-8 ഒഴിവുകൾ എന്ത് ചെയ്താൽ മതി? നികത്താതിരുന്നാൽ മതിയെന്ന്. അപ്പം പിന്നെ ഇവർക്ക് തന്നെ ഇവർ ഈ പറഞ്ഞ സ്വരുക്കൂട്ടി വെച്ച ഈ പറഞ്ഞ സകല ഉടായിപ്പും തട്ടിപ്പും പരിപാടിയും നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂട്ടം ആളുകൾ തന്നെ ഇനി അങ്ങോട്ടുള്ള കാലവും ഇതൊക്കെ അങ്ങ് അവരുടെ കാലാവധി തീരുന്നവരെ അങ്ങ് പൊയ്ക്കോട്ടെ എന്നൊരു സമീപനമാണോ അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ളതെന്ന് കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അവർ പൊതുവിൽ സ്വീകരിക്കുന്ന ഒരു നയമുണ്ട്. ഹാഷ്മിയോട് ഇപ്പം AN ഷംസീർ പറഞ്ഞ കാര്യം മുതൽ പാർട്ടിയുടെ തെറ്റുതിരുത്തലും കണ്ടെത്തലും ഒക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നെ തല്ലണ്ടമാവാൻ ഞാൻ നന്നാവില്ല എന്ന രീതിയിൽ തന്നെയാണ് CPMന്റെ ഇപ്പോഴുള്ള പോക്ക് എന്നുള്ളത് നമുക്ക് പ്രകടമാവുന്ന കാര്യമാണ്. ഈ PSCയുടെ വിഷയത്തിലും വളരെ ഗൗരവത്തോടു തന്നെയാണ് UDF ഗവൺമെൻറ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഈ പറഞ്ഞ 1.25 ലക്ഷം മുതൽ 1.25 ലക്ഷം രൂപ വരെയുള്ള ശമ്പള സ്കെയിലിൽ ഇത്രയും അടിസ്ഥാന ശമ്പളത്തിൽ ഇത്രയും ഗൗരവമുള്ളൊരു ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയ താല്പര്യത്തിലുള്ള നിയമനം നടത്തുമ്പോൾ ആ പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഈ സർക്കാരിനെ ഉപദേശിക്കാനുള്ള ഈ പറഞ്ഞ നിർദ്ദേശങ്ങളും ആവശ്യമായ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തസ്തിക കൂടിയാണ്. ഇമാതിരി ഈ പറഞ്ഞ തട്ടിപ്പും കൈക്കൂലിയും കൊടുത്ത് അർഹതയില്ലാത്ത പോസ്റ്റിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന ആളാണ് ഗവൺമെൻറ്റിനെ ഉപദേശിക്കാൻ വേണ്ടി ആ തസ്തികയിൽ ഇരിക്കേണ്ടത്. ഇവരാണ് ഈ പറഞ്ഞ നേരായ വഴിയിലേക്ക് ഇന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നനുസരിച്ച് പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർദ്ദേശം നൽകുന്നത്. എത്രത്തോളം ദയനീയമാണ് സാഹചര്യം എന്ന് ആലോചിച്ച് നോക്കി. അത്രയും നിലവാരമേ ഈ സംവിധാനത്തിന് ഒരു പാർട്ടിയും അതിൻ്റെ മുന്നണിയും കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ളൂ എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇതിലൂടെ ഉണ്ടായിരുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ UDF ഗവൺമെൻറ് ഭരിച്ചപ്പോഴും ഈ പറഞ്ഞ രീതിയിലുള്ള രാഷ്ട്രീയ താല്പര്യത്തിൻ്റെയോ അല്ലെങ്കിൽ കൃത്യമായി ഈ പറഞ്ഞ നിയമനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അതില്ലെന്നുള്ള അവകാശവാദമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അടിസ്ഥാനപരമായി യോഗ്യതയില്ലാത്ത ഈ പറഞ്ഞ PSC പോലൊരു കൃത്യമായ ഭരണഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി കൃത്യമായ ക്വാളിഫിക്കേഷൻസ് ഉള്ള അതിനുള്ള യോഗ്യതയും ഉയർന്ന നിലവാരവുമുള്ള ആളുകളെ, അക്കാദമിഷ്യൻസ് ഉൾപ്പെടെയുള്ള ആളുകളെ, അതിൻ്റെ എന്താണോ അതിനനുസൃതമായ യോഗ്യത, ആ യോഗ്യത അനുസരിച്ചിട്ടുള്ള ആളുകളെ അല്ലാതെ അവിടെ കയറ്റി ഇരുതിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഈ പറഞ്ഞ രീതിയിലേക്ക് പോലീസ് റാങ്ക് ലിസ്റ്റ് മുതൽ ഇങ്ങോട്ട് ഈ പറഞ്ഞ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആസൂത്രണ ബോർഡിലെ നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? ഇതൊന്നും UDF മുൻകാലങ്ങളിൽ ഭരിച്ച സമയത്ത് ഉണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ
ശിവരഞ്ജിത്തിൻ്റെ നിസാമിൻ്റെ ഒക്കെ കേസ് നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം പറഞ്ഞു. അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഇപ്പോൾ സ്കൂൾ കായിക അധ്യാപക സ്പോർട്സ് ടീച്ചേഴ്സിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ വിവിധ സർവകലാശാലകളിൽ പോലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും അടിമുടി ദുരൂഹതയുടെ ഒരു കുത്തഴിഞ്ഞ കേന്ദ്രമായി PSCയെ മാറ്റിയതിൻ്റെ ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിനുണ്ട്. അത് ശുദ്ധികലശം വരുത്തേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും UDF സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവവും ഒരു അഡ്ജസ്റ്റ്മെന്റും ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം അതെങ്ങനെ എന്നതാണ് ചോദ്യം. താങ്കൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ആ വരികൾ അങ്ങനെ പോകണം. ഏതെങ്കിലും തരത്തിൽ ഇടയ്ക്ക് വെച്ച് അന്വേഷണം ഡീലായി പോവാതെ, വിട്ടുവീഴ്ച ഉണ്ടായി പോവാതെ നേരായ വഴിക്ക് അന്വേഷണം പോവോ നമുക്ക് ഷമ്മാസ് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ ഹരിദാസിനെ പോലുള്ളവർ അത് വിശ്വസിക്കുന്നുമില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വിനോദ് മധ്യ വിൽസൺ, ഇവിടെ ശ്രീ ഷമ്മാസ് പറഞ്ഞ ഈ ശിവരഞ്ജിത്തിന്റെ കാര്യമൊക്കെ അത് കോപ്പേടിയാണ്. താങ്കൾ പറഞ്ഞ വഴിയാണ് അത് പിടിയിലായതെങ്കിലും അത് ആത്യന്തികമായി എന്താണ്? ആത്യന്തികം കോപ്പേടിയാണ്. അതിലൊരു ആക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് മുഴുവൻ ഇല്ലാതായി പോയി, ആ ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും അതിലൊരു ആക്ഷൻ ഉണ്ടായി. ഇത് വിനോദ് അങ്ങനല്ല. ഇതൊരു സംവിധാനം ഒന്നാകെ ഒരാളെ തിന്മയുടെ പരമാവധി വഴിയിൽ കൂടി അധികാരത്തിലേക്ക് എത്താൻ, ജോലി കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഒന്നാകെ ശ്രമിച്ചതിൻ്റെ കെട്ട വാർത്തയാണത്. അതിൽ മാത്രമാണോ കേസിൽ ആരോപണം ഉണ്ടാകുന്നുണ്ട്? ഈ 90 പരാതികളിൽ 34-35 പരാതികൾ പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഉണ്ടാകുന്ന പരാതികളുടെ പെരുക്കമാണ്. വിനോദ് മാത്യു ഓരോന്നും ഇഴകേറി പരിശോധിക്കണം. ഓരോന്നിലും ഈ പറയുന്ന രീതിയിൽ കള്ളത്തരത്തിൻ്റെ വഴിയിലൂടെ ജോലിയിലുള്ളവരെ പിടിച്ചിറക്കി പുറത്തേക്ക് വിടണം, അവരുടെ ശമ്പളം തിരിച്ചു പിടിക്കണം. അങ്ങനെ ഏതെങ്കിലും ഈ കേസിൽ മാത്രം ഏതെങ്കിലും 2 ഉദ്യോഗസ്ഥരെ പിടിച്ച് പ്രതികളാക്കിയാൽ, അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ ഗുരുതര വകുപ്പിൽ ചോദ്യത്തിൽ മാത്രം തീരുന്ന പ്രശ്നമല്ല വിനോദ് ഇത്. അതെ, അതാണ് ഞാൻ ഇവിടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി മുഹമ്മദ് ഷമ്മാസ്, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് നേതാവാണ്. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളൊക്കെ സമരം ചെയ്ത് അധികാരത്തിലേക്ക് വന്നൊരു പാർട്ടിയാണ്. അപ്പോൾ നമ്മൾ കാലാകാലങ്ങളിൽ കാണുന്നത് യുവജന സംഘടനകൾ അതത് സർക്കാരുകൾ വരുമ്പോൾ മൗനം പാലിക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ മുഹമ്മദ് ഷമ്മാസിനെ പോലെയുള്ള ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ആദ്യം മുമ്പോട്ട് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവൺമെൻറ് ഇതിനെ ശുദ്ധികലശം ചെയ്യാൻ, നമുക്ക് ഭരണഘടന തിരുത്തി എഴുതാനൊന്നും കഴിയില്ല. ഇതിനെ ശുദ്ധികലശം ചെയ്യാൻ ഭരണഘടന എഴുതി ഉണ്ടാകുന്ന സമയത്ത് അവർ കരുതിയില്ലല്ലോ ഇതുപോലെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രിവിലേജ് കൊടുക്കുന്നതെന്ന് അവർ കരുതിയില്ലല്ലോ. അതിനെ നമ്മൾ വക്രീകരിച്ചതല്ലേ, നമ്മൾ മോശമാക്കിയതല്ലേ, നമ്മുടെ ഭരണാധികാരികൾ നശിപ്പിച്ചതല്ലേ, അല്ല ഭരണഘടന മോശമല്ല. അപ്പോൾ ആ ഭരണഘടനാ പദവി ഇത്തരത്തിൽ രാഷ്ട്രീയ നോമിനികൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കില്ല എന്ന പൊളിറ്റിക്കൽ ധാർമ്മികതയും പൊളിറ്റിക്കൽ ഡിസിഷനും എടുക്കാനുള്ള വിൽ പവർ പുതിയ ഭരണാധികാരിക്കുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കാൻ മുഹമ്മദ് ഷമ്മാസിനെ പോലെ യൂത്ത് കോൺഗ്രസ്സുകാർ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കുന്നവർക്കുണ്ടോ എന്നാണ് പരമപ്രധാനമായ ചോദ്യം. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ അവസാന ഘട്ടം അവസാനിപ്പിക്കാം. ശ്രീ ഹാഷ്മി, ഒരു പരീക്ഷ ഞാൻ 1-2 സാധനങ്ങൾ എഴുതി വെച്ചു, കാരണം വിട്ടുപോകുന്നതുകൊണ്ടാണ്. ഒരു പരീക്ഷ, നമ്മളൊരു ട്യൂഷൻ സെൻറ്ററിൽ ഒരു പരീക്ഷ നടത്തുമ്പം പോലും ഉള്ള ഒരു മിനിമം എത്തിക്സിൻ്റെ 1% പോലും കാണിക്കാത്തൊരു സ്ഥാപനമായി PSC മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൽ ഇവർ ഈ പരാതികൾ മുഴുവൻ പരിശോധിക്കുമ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരീക്ഷയുടെ രഹസ്യ സ്വഭാവം അപ്പാടെ നശിച്ചു പോയിരിക്കുന്നു. അതായത് നമുക്കറിയാം, ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിന് എക്സാമിനേഷൻ്റെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ PSC. ഇപ്പോൾ ആ സബ് കമ്മിറ്റി രൂപീകരണമില്ല. 3-4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് 3-4 പേരിൽ നിന്ന് സ്വീകരിക്കുന്ന ക്വസ്റ്റ്യൻ അവസാനം അത് കവർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലൊന്നും എഴുതാതില്ല. കാരണം ഇത് ആര് തന്ന ക്വസ്റ്റ്യനാണെന്ന് പോലും കണക്കാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രം ചോദ്യപേപ്പർ വാങ്ങിച്ച് ചെയർമാൻ അത് സെലക്ട് ചെയ്ത് നടത്തുന്ന പരീക്ഷയായി മാറിയിരിക്കുന്ന രഹസ്യ സ്വഭാവം അപ്പാടെ PSCയുടെ നശിച്ചു പോയിരിക്കുന്നു. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലജ്ജാകരമായ കാര്യം എന്താണ്? അതാണല്ലോ, ആ ലജ്ജാകരമായ കാര്യത്തിൻ്റെ പുറകെ ചുവട് പിടിച്ച് പോയതുകൊണ്ടാണല്ലോ ഈ സംഭവമൊക്കെ പുറത്തു വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പുനർമൂല്യനിർണ്ണയമില്ല, പുനഃപരിശോധനയാകാം. എന്ത് വൃത്തികളാണ് PSC കാണിക്കുന്നത്? നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചതല്ലേ എന്താണ് പുനർമൂല്യനിർണ്ണയം. എനിക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ റീവാലുവേഷൻ കൊടുക്കാൻ കഴിയില്ല. ഇത് പുനർമൂല്യനിർണ്ണയം നടത്തില്ല, ആകെ ചെയ്യുന്നത് പുനഃപരിശോധനയാണ്. എന്താ പുനഃപരിശോധന? OMR ഷീറ്റിലെ എല്ലാ ഉത്തരങ്ങളും മാർക്ക് ഇട്ടിട്ടുണ്ടോ, അത് കൂട്ടിയതിലും കുറച്ചതിലും തെറ്റുപറ്റിയിട്ടുണ്ടോ മാത്രമേ പരിശോധിക്കത്തുള്ളൂ. അതിന് PSC പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യായം എന്താണെന്നറിയാമോ? OMR പരീക്ഷ കമ്പ്യൂട്ടർ മുഖേന മൂല്യനിർണ്ണയം നടത്തുന്നതുകൊണ്ട് മനുഷ്യന് സാധ്യമായ പിശ ഉണ്ടാകില്ലെന്നാണ് ഈ പൊട്ടന്മാർ പറയുന്നത്. പക്ഷേ ഈ ചീഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിഷയത്തിൽ 29/6/2026 PSC കൂടിയ തീരുമാനത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുനിഷ്ഠമായ അവരുടെ അഡ്മിഷന്റെ ഫോണിൽ ഞാൻ ആഷ്മിക്ക് അയച്ചത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ OMR മുഖേന ഈ സംവിധാനത്തിന് പിശക് പറ്റിയിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ന്യായവും ഇതുമായി ബന്ധപ്പെട്ട പ്രതിവിധിയും രണ്ട്. ഇനിയും അടുത്ത ഏറ്റവും
വലിയ അപഹാസ്യമായ കാര്യം എന്താണെന്ന് അറിയാമോ? റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ 15 ദിവസത്തിനകം അപേക്ഷിക്കണം. അതായത് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് തർക്കം ഉണ്ടെങ്കിൽ അപേക്ഷിച്ചിരിക്കണം. അത് ലഭിക്കുന്നതിന് പക്ഷേ ഒരു സമയപരിധിയുമില്ല. 2012 ഒരു പാവപ്പെട്ട മനുഷ്യൻ അവൻ്റെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് തർക്കമുണ്ടെന്നും പറഞ്ഞ് അവൻ്റെ അപേക്ഷ 85 360 രൂപയാണ്. അത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് 15 ദിവസം ഉണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് ഒരു ദിവസവുമില്ല, വർഷങ്ങൾ കഴിയും. കോടതിയിൽ പോയാൽ ഇവന്മാർ രക്ഷപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം, കോടതിയിൽ പോയാൽ കോടതികൾ പലപ്പോഴും ഇത് ഭരണപരമായ നയപരമായ കാര്യമാണെന്ന് കണ്ട് ഇതിൽ ഇടപെടത്തില്ല. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിജ്ഞാപനം നടത്തുന്നു, പരീക്ഷ നടത്തുന്നു, റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നു, നിയമനം നടത്തുന്നു. ഇത് കാലാകാലങ്ങളോളം നീണ്ടുപോവുകയാണ്. 2012 നടത്തിയ ജല അതോറിറ്റിയിലെ LD-കാർക്ക് പരീക്ഷ 2012 വിജ്ഞാപനം നടത്തിയെങ്കിൽ അതിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 2023 ഇങ്ങനെ നീണ്ടു കിടക്കും. എന്നിട്ട് പരാതിക്കാർ ലാസ്റ്റ് പരാതിയും പിൻവലിച്ച് രാജ്യം വിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. പാർട്ടി സമരത്തിന്റെ ഫോർമാറ്റിൽ കേരളത്തിലൊന്നും ഉണ്ടാവില്ല എന്ന് ശ്രീ ഹരിദാസ് പറഞ്ഞതിനോട് വിയോജിക്കുകയാണ്. അങ്ങനെയല്ല, കേന്ദ്രത്തിലും അങ്ങനെ ഒരു പാർട്ടി സമരം ഉണ്ടാവുമെന്ന് ആരും സ്വപ്നേബി കരുതിയിരുന്നതല്ല. പക്ഷെ അവരുടെ പ്രശ്നം ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കാത്ത പശ്ചാത്തലത്തിൽ ഗതികേടിന്റെ പരമാവധി, നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്നത് പോലെ ഗതികേടിന്റെ പരമാവധി ഉണ്ടായപ്പോൾ ആവിർഭവിച്ചതാണ് ആ പാർട്ടി സമരം, ഒരു മന്ത്രിയുടെ രാജി. ഇവിടെയും അത് സംഭവിച്ചുകൂടാന്നില്ല. ഗത്യന്തരമില്ലാതെ യുവാക്കൾ തെരുവിലിറങ്ങും. അപ്പോൾ ആ തെരുവിലിറങ്ങുന്ന രോഷത്തിന് മുന്നിൽ ഞങ്ങൾ ഭരണഘടനാ സ്ഥാപനമാണ് എന്ന ഹുങ്കും കൊണ്ടിരുന്നാൽ നിങ്ങൾ അനുഭവിച്ചേ പോകൂ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.